ഈ കുടുംബത്തിൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ വളരെ വല്ലാണ്ട് എനിക്ക് ഫ്രസ്ട്രേഷനായി. അപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന എന്നെ അപ്പം കിടക്കാൻ നേരത്ത് മോനെയും കൂട്ടി ഒന്നിച്ച് സൂയിസൈഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനിച്ചിരുന്നു. ബൈബിളും കൊന്തയും എൻ്റെ തലഭാഗത്ത് വെക്കുമായിരുന്നു പേടി കാരണം. അപ്പം അന്ന് രാത്രി കൊച്ചിനെയും കൂട്ടി സൂയിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മോനെ അവസാനമായിട്ടൊന്ന് ചുംബിക്കാം എന്ന് വിചാരിച്ച് മോനെ ഞാൻ ഉമ്മ വെച്ചപ്പം എൻ്റെ മോൻ പെട്ടെന്ന് തലവണ്ണയുടെ അടിയിലിരുന്ന കൃപാസനം പത്രം എനിക്ക് എടുത്തു തന്നു. അതിനുശേഷം അവൻ ഉറങ്ങിക്കിടന്ന്, അവന് വെറും 2 വയസ്സേ ഉള്ളൂ. അവൻ ഉറങ്ങിക്കിടന്ന് അവൻ പെട്ടെന്ന് ബൈബിളിൻ്റെ നടുക്കുന്ന ഒരു അധ്യായം എടുത്തിട്ട് അതിനകത്ത് അവൻ കൈ വെച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ എനിക്ക് സംശയം വന്നപ്പം ഞാൻ അവൻ്റെ കൈ എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം വായിച്ചപ്പം അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 41-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം മുതലുള്ളതായിരുന്നു അവൻ്റെ കൈ ഇരുന്നത്. അപ്പം ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരിക്കുന്നത്: നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിയുമ്പം നീ എൻ്റെ നാമം മഹത്വപ്പെടുത്തും എന്നുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളടക്കം ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന വേദനകൾ മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുമെന്നും എന്നെ വേദനിപ്പിച്ചവർക്കെതിരെ കർത്താവ് ശക്തമായിട്ട് നിൽക്കുമെന്നായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം വന്നിരുന്നത്. എനിക്കതിനകത്തുനിന്ന് വളരെയധികം സ്വാതന്ത്ര്യം വന്നു. ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യമായിരുന്നു അത്. അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എത്ര തെറ്റായിപ്പോയെന്ന് എനിക്ക് ആ ഒരു നിമിഷം തന്നെ തോന്നി. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കൃത്യം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ പപ്പയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം എനിക്ക് ശ്വാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു നേഴ്സാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ സൈക്കിളിൽ പപ്പ റിവൈവ് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർക്കെതിരെ ഞാൻ ചെറിയൊരു കേസ് കൊടുത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അത്ര ദേഷ്യത്തിലായിരുന്നു എന്നോട്. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. ഒരു മടിയും കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പപ്പേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കറക്റ്റ് സമയത്തിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ് ആണിത്. ഈ ആദ്യത്തെ സ്കാനിങ്ങിനകത്ത്, CT സ്കാനിങ്ങിനകത്ത് ഇത് എപ്പിഡ്യൂറൽ ഹെമറേജ്, അതായത് ബ്രെയിനിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും പപ്പയുടെ ടെമ്പറൽ റീജിയനകത്ത് നല്ല പൊട്ടലും ഉള്ളതായിട്ടാണ് കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് ബോൺ ഫ്രാക്ചർ എന്നായിരുന്നു കാണിച്ചത്. ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ പൊട്ടി മാറിപ്പോയി എന്നാണ് അർത്ഥം. അപ്പം അവർ പറഞ്ഞു ഇൻറ്റിബേഷൻ്റെ ആവശ്യമുണ്ട്, ആളെ തിരിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യാൻ പറഞ്ഞപ്പം ഡോക്ടറും 2 നേഴ്സുമാരും അടങ്ങുന്ന വാഹനത്തിൽ കോഴിക്കോടോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആകപ്പാട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് കൃപാസനത്തിലെ പത്രം മാത്രമായിരുന്നു. അപ്പം പ്രാർത്ഥിച്ച് മാതാവിനോട്, മാതാവേ ഞാൻ അവർക്കെതിരെയായിട്ടുള്ള കേസ് പിൻവലിച്ചോളാം, പക്ഷേ എൻ്റെ പപ്പേനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനോട് പ്രോമിസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ശരിക്കും മിറാക്കിളാണ്. കോഴിക്കോട് എത്തി അന്നേ ദിവസം ചെയ്ത CT സ്കാനിനകത്ത് ഡിസ്പ്ലേസ്ഡ് ബോൺ അൺഡിസ്പ്ലേസ്ഡ് എന്നാണ് വന്നിരുന്നത്. അൺഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി അകന്നിരുന്ന ബോണ് ഒന്നിച്ച് ചേർക്കപ്പെട്ടു. അവിടെ 5 mm തിക്നെസ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് ചെറിയ മിനിമൽ ബ്ലീഡിംഗ് ആയിട്ട് മാറി. OET പഠിച്ച് പുറത്ത് പോകണം, എനിക്ക് ഫാമിലിയോടൊപ്പം പോകണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് UK സ്കോർ കിട്ടി. എനിക്ക് ഇങ്ങനെയുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട് പപ്പയുടെ കാര്യമായിട്ടും ഫാമിലി പരമായിട്ടും. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഓക്കെയാണ് ഞാനുമായിട്ട്.